വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഞാനൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ അധിക സാധനമൊന്നും വേണ്ട, എല്ലാവരുടെ വീട്ടിലും ഉള്ള ഐറ്റംസാണ് വേണ്ടത്. അത്രയേ ഉള്ളൂ വേണ്ടത്. കുറച്ച് പാല്, മുട്ട, റവ, ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ടേസ്റ്റോ നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകും ശരിക്കും തന്നെ. ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എന്നാൽ പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ ഒന്ന് ഇട്ട് ഇളക്കരുത്, ആദ്യം ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാവണം കേട്ടോ. ഈ കളറായി വരുമ്പം നമ്മൾ അതിലേക്കൊരു 6 ടീസ്പൂൺ വെള്ളം ഒഴിക്കണം കേട്ടോ. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, 6 ടീസ്പൂൺ വെള്ളം. എന്നിട്ട് അതൊന്ന് നല്ലോണം ഇളക്കുക. ഇപ്പോൾ കുറച്ച് കട്ടയൊക്കെ ഉണ്ടാകുക, അതൊക്കെ ഒന്ന് ഉരുകി വന്ന് നല്ലോണം ഒന്ന് തിളയ്ക്കുമ്പം നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റവ് കണ്ട് ഓഫാക്കണം കേട്ടോ. സ്റ്റവ് ഓഫാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് ടിൻ ഇതാ എടുത്ത് വെച്ചിട്ടുള്ള, അതിൽ നെയ്യ് പുരട്ടി ഒന്നും വേണ്ട കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇതില്ലെങ്കിലും ഒരു ചോറ്റുപാത്രം എന്തെങ്കിലും പാത്രം മതി, അതിലേക്ക് ഒഴിച്ച് ഒന്ന് തണുക്കാൻ മാറ്റിയേക്കും. 750 ml പാലിലേക്ക് 7.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യോ പിന്നെ ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കുക. ഇപ്പോൾ ഇതിവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഒരു 4.5 ടേബിൾ സ്പൂൺ റവ, നമ്മൾ സാധാരണ റവ, ഇത് വറുക്കാത്ത റവയാണ് ഞാനിടുന്നത്, അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലോണം കുറച്ചൊന്ന് തിളച്ചതാകുമ്പോൾ കുറച്ച് കട്ടിയായി വരും കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ടല്ലോ, അത്രയും മതി കേട്ടോ. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി ഇത് തണുക്കാൻ വെക്കുക. തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. 3 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നല്ലപോലെ അടിച്ച് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ തണുക്കാൻ വെച്ച നമ്മുടെ റവ മിക്സ് ഉണ്ടോ, ഇപ്പോൾ ഇത് കുറുകി കുറച്ചുകൂടി കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തണുക്കും ചെയ്തിട്ടുണ്ട്. നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് ഒരു കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് കട്ടയായി പോകണ്ട വിചാരിച്ചിട്ട്. ഒരു ലൈറ്റ് ചൂടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമല്ല കേട്ടോ. റവ ഒരു ഇത്തിരി ചൂട്, അല്ലെങ്കിൽ മുട്ട വെന്ത് പോകും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് ടിൻ ഉണ്ടല്ലോ, കാരമല്ലൊക്കെ ഒഴിച്ചിട്ട് അതിപ്പോൾ സെറ്റായിന് ടോർച്ചു, അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ട് മേലെ ബബിൾസൊക്കെ ഉണ്ട്, ഒന്ന് ആ വിസ്ക് കൊണ്ട് തന്നെ ഒന്ന് തട്ടി കൊടുക്കുക പതുക്കനെ. എല്ലാം റെഡിയാക്കിയിട്ട് നമ്മളിതാ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലോണം മൂടി, കാരണം ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറരുത് കേട്ടോ, ആവിയിൽ നിന്ന് വെള്ളം വരില്ല. അപ്പോൾ അതിനങ്ങനെ ചെയ്ത് ഇതാ ഒരു വട്ടച്ചമ്പിൽ വെള്ളം തിളപ്പിക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു പാത്രം വെച്ച് അതിൻ്റെ പാത്രത്തിൻ്റെ മേലെ വേണത് വെക്കുക. പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണേ, അല്ലെങ്കിൽ അത് മുങ്ങിപ്പോയില്ലേ. എന്നിട്ട് ഇത് അതിനൊരു മൂടിയും വെച്ച് സാധാരണ വിറകടുപ്പിലാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്രദമായിക്കോട്ടെ വിചാരിച്ചാട്ടെ. വിറകടുപ്പ് കത്തിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തീയെല്ലാം കെടുത്തി നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം ഇത് എങ്ങനെയുണ്ട് എന്ന്. ഇനി നമ്മൾ അതിൻ്റെ ലിഡൊന്ന് മാറ്റി വെക്കുക. ഞാനൊരു വലിയ സ്റ്റീൽ പാത്രം കൊണ്ട് മൂടിയത്, ഉയരം ഉള്ള സ്റ്റീൽ പാത്രമാണ്, അതിൻ്റെ മേലെ തട്ടി കണ്ട വിചാരിച്ച്. ഇനിയിപ്പം നമ്മൾ അത് അടുപ്പത്തുനിന്ന് പതുക്കനെ കേക്കിന് താഴെ ഇറക്കി വെക്കുക കേട്ടോ. ഇറക്കി വെച്ചിട്ട് ഇപ്പോൾ ഇതാ അതിൻ്റെ അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അത് പതുക്കനെ തുറക്കണം. കാരണം അതിൻ്റെ മേലെല്ലാം വെള്ളം ഉണ്ടാവും. ചിലപ്പോൾ ആവിയിൽ നീരാവിയായിട്ടുള്ള ആ വെള്ളം കേക്ക് ടിന്നിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. വളരെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതാ ഒന്ന് ടെസ്റ്റും ചെയ്ത് നോക്കാം. ഇതാ ഒരു പപ്പടക്കോലോ എന്തെങ്കിലും എടുത്തൊന്ന് കുത്തി വെക്കുക കേട്ടോ. അപ്പോൾ ഇതിലൊന്നും പിടിച്ചിട്ടില്ല, അതിൻ്റെ അർത്ഥം നല്ലോണം വെന്താണ്. ഇപ്പോൾ തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു കത്തി എടുത്ത് അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഒന്ന് ഓടിച്ചു കൊടുക്കണേ. ഇത് വളരെ സോഫ്റ്റാണ് കേട്ടോ. ഇത് ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്കൊന്ന് മറച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് കൊതിയാകും. അപ്പോൾ ഇതൊന്ന് കത്തി കൊണ്ടൊന്ന് മുറിച്ചെടുക്കുക കേട്ടോ. മുറിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ഇത് അങ്ങ് അലിഞ്ഞു പോവുക. നമ്മൾ വായിലിട്ടാൽ അത് അങ്ങ് അലിഞ്ഞു പോകും. അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 3-4 കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ അതൊന്ന് വേറെ പ്ലേറ്റിലേക്കൊന്ന് എടുത്ത് മാറ്റുകയാണ്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, നമുക്കൊന്നും കിട്ടില്ല, പൊടിഞ്ഞു പോകും. ഇതാ ഞാൻ എങ്ങനെയോ പതുക്കനെ എടുക്കുകയാണ്. കണ്ടാൽ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാലോ, നല്ല സോഫ്റ്റ് അല്ലേ.
അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതാ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ആ ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് അമർത്തിയിടണം, മറന്നു പോകരുത് കേട്ടോ. കണ്ടോ, വളരെ ടേസ്റ്റിയാണ്, വളരെ ഡെലീഷ്യസ് ആണ്. അപ്പോൾ ഒന്ന് ഷെയറും ചെയ്യുക, ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണത് കേട്ടോ. നമ്മളെ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. വളരെ ഈസിയാണ്, ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഗ്യാസ് സ്റ്റവ് ഒന്നും വേണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട്